എൻ്റെ പേര് അനസ്. എൻ്റെ വീട് എറണാകുളമാണ്. ഞാൻ ഈ വീഡിയോയിൽ വരാൻ കാരണം എന്താണെന്ന് വെച്ചാല്, മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടോട്ടെ, കാണുന്ന ആൾക്കാർക്കൊക്കെ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത്. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ അനിയനിക്ക് ഇൻഷുറൻസ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ഹെൽത്ത് ഇൻഷുറൻസ്. അപ്പൊ അതിന് അനിയൻ ജോലി സംബന്ധമായിട്ട് ഒരു ആക്സിഡന്റ് സംഭവിക്കുകയും, അങ്ങനെ ഞങ്ങള് ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ 100% ഇത് ഇൻഷുറൻസ് ക്യാഷ്ലെസ് നമുക്ക് കിട്ടേണ്ട ഒരു ട്രീറ്റ്മെന്റ് ആർന്ന്. പക്ഷേ ഹോസ്പിറ്റലുകാരന്റെ ഇൻഷുറൻസ് ഡെസ്കിന്റെ ശ്രദ്ധക്കുറവ് മൂലം ഇവര് ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പേപ്പർ അയക്കുകയും, അപ്പൊ അവര് ഇതിനകത്ത് കറക്റ്റായ കാര്യങ്ങളല്ല ചെയ്തത്. അങ്ങനെ അവിടുന്ന് റിജക്ഷൻ സംഭവിക്കുകയും ഇതെല്ലാം സംഭവിച്ചത്. അതിനുശേഷം ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് ഞങ്ങളെടുത്ത ഇൻഷുറൻസിന്റെ ആ ഏജന്റായിട്ട് ഞങ്ങൾ ബന്ധപ്പെടുകയും, സിബി പോൾ എന്നാണ് ഏജന്റിന്റെ പേര്. അപ്പൊ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഫുൾ ടീം ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുകയും, അവര് മുഖാന്തരം ഈ ഇൻഷുറൻസ് ഡെസ്കായിട്ട് ഞങ്ങള് നിരന്തരം ബന്ധപ്പെട്ട്, അവര് മുഖാന്തരം ഞങ്ങൾക്ക് ക്യാഷ്ലെസ് സൗകര്യം ഹോസ്പിറ്റലിൽ നിന്ന് ലഭിച്ചു. അങ്ങനെ ഞങ്ങള് ക്യാഷ്ലെസ് ആയിട്ട് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോന്നു. ഇപ്പൊ ഇത്രയും പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഓൺലൈൻ ഇൻഷുറൻസ് നോക്കി, നോക്കി, നോക്കി ഓൺലൈൻ ഒരു 1500, 500 ഒക്കെ ലാഭം നോക്കി നമ്മൾ ഇൻഷുറൻസ് ഓൺലൈൻ എടുത്തു കഴിഞ്ഞാൽ, ഇതിന്റെ ഒരു ബാക്ക് സപ്പോർട്ട് നമുക്ക് ആ സമയത്ത് ഹോസ്പിറ്റലായിട്ട് റിജക്ഷൻ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബാക്ക് സപ്പോർട്ട് നമുക്ക് കിട്ടാൻ വകുപ്പൊന്നുമില്ല. അപ്പൊ നമ്മൾ എന്തെടുത്താലും ഒരു ഏജന്റ് മുഖാന്തരം എടുക്കുകയാണെങ്കിൽ, ആ ബാക്ക് സപ്പോർട്ട് നമുക്ക് നിർബന്ധമായി കിട്ടും. ഞങ്ങൾക്ക് ആ ഒരു ബാക്ക് സപ്പോർട്ട് കിട്ടിയോണ്ടാണ് ഞങ്ങൾക്ക് ഈ ഇൻഷുറൻസ് ലഭിച്ചത്. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ആ ഇൻഷുറൻസ് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ വേറെ ആരുമായിട്ട് കോൺടാക്ട് ചെയ്യുമെന്ന് നിൽക്കാൻ നേരത്താണ് ഞങ്ങൾ ഏജന്റായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടത്. അപ്പൊ ഞാൻ എടുത്തത് സിബി പോൾ എന്ന് പറഞ്ഞൊരു ഏജന്റിന്റെ കയ്യിന്നാണ്. അപ്പൊ അദ്ദേഹമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ അടിയിൽ ഷെയർ ചെയ്തേക്കാം. കോൺടാക്ട് ചെയ്തോ. ഇത് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഓക്കെ.